ഇത് രാക്ഷസംപാറയിലോട്ട് കയറാൻ പോകുന്ന വഴിയിലുള്ള ഒരു ബോർഡ് എഴുതി വെച്ചേക്കാണ്. രാക്ഷസംപാറ ഇങ്ങോട്ടാണെന്ന് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇത് വഴി ഇങ്ങനെ നമ്മൾ കറങ്ങി കയറി നേരെ മേലിലോട്ട് കയറി അങ്ങ് മണ്ടേ ചെറുതാണ് രാക്ഷസംപാറ. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ രാക്ഷസംപാറ കണ്ടിട്ടുണ്ടോ? രാക്ഷസംപാറയാണിത് കേട്ടോ, കണ്ടോ. യതിയുടെ പാദസ്പർശമേറ്റ രാക്ഷസൻ പാറ. രാക്ഷസൻ പാറയുടെ മുകളിൽ വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ജോലി സംബന്ധമായി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഈ പാറ കണ്ടു. ഈ പാറ കണ്ടപ്പം അവിടെ താഴെ ഇരിക്കുന്നു യതിയുടെ പാദസ്പർശമേറ്റ രാക്ഷസൻ പാറയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കയറി ആ മല ഒന്ന് കാണാം, ആ പാറ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ആ പാറയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഓണ്ട് കാണുന്നുണ്ടോ പാറ? ഇതാണ് രാക്ഷസൻ പാറ കേട്ടോ. അതാണ് കുഞ്ഞുങ്ങളെ രാക്ഷസൻ പാറ. അതെന്ന് മനസ്സിലായോ? യതിയുടെ പാദസ്പർശമേറ്റ രാക്ഷസൻ പാറ എന്ന പാറയാണ് ഈ കാണപ്പെടുന്നത്. രാക്ഷസൻ്റെ കൂട്ടിരിക്കുന്ന പാറയാണെന്നാണ് പറയുന്നത്. അങ്ങനെ നീളത്തിൽ അങ്ങേ അറ്റം വരെ ഉണ്ട്, അകത്തോട്ടുണ്ട്. മേളിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഞാനിവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ എൻ്റെ സ്ഥലം? കോന്നിയിൽ നമ്മുടെ അതിരിങ്കലോട്ട് കയറി പോകുന്നതിനിടയ്ക്കാണ് ഈ രാക്ഷസൻ പാറ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ രാക്ഷസൻ പാറയുടെ മുകളിൽ കയറി പോകാൻ തോന്നുന്നു. അത് വേറൊരു വഴിയാണ്, ഇതിലേക്കൂടെ അല്ല. സൈഡ് വഴി ഉണ്ടെന്ന് തോന്നുന്നു രാക്ഷസൻ പാറയുടെ മുകളിൽ കയറാൻ. ഞാൻ ആ മേലോട്ട് നോക്കട്ടെ, വഴി ഉണ്ടോയെന്ന് അറിയത്തില്ല. സൂപ്പർ സ്ഥലമാണ് കേട്ടോ, വെടിച്ചൊരു സ്ഥലമാണ്. ആ മേളിലോട്ട് വഴിയുണ്ട്. അതാണ്ട് ആ സൈഡിൽ കൂടെ ഈ കാണുന്ന റോഡ് വഴി ആ ബോർഡിൻ്റെ സൈഡിൽ കൂടെ മേപ്പോട്ട് വഴിയുണ്ട് രാക്ഷസൻ പാറ കയറി പോകുന്നത് കേട്ടോ. നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്. ആ സമയം കൊണ്ട് ഞാനിവിടെ വരെ കയറി അതിന് മുകളിൽ പോകണം. അതിന് മുകളിൽ പോകുമ്പോൾ വ്യൂ ഭയങ്കരമാണ്. അതിനെയാണ് രാക്ഷസൻ പാറ എന്നറിയപ്പെടുന്നത്. അപ്പോൾ രാക്ഷസൻ പാറ കണ്ടല്ലോ. ഇത് പത്തനംതിട്ട കോന്നിയിലെ രാക്ഷസൻ പാറ. നല്ല വ്യൂ ആണ്, കണ്ടോ. സ്ഥലമൊക്കെ കണ്ടിട്ട് മുകളിൽ നിന്ന് നല്ല സൂപ്പർ കാറ്റ്. എന്താ പറയുക, നല്ല രസമാണ് കാണാൻ. പിന്നെ അതുകൊണ്ട് അവിടെ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് വേറൊരു പാറയുണ്ട്. കാണുന്ന വേറൊരു പാറയാണ്, അതും കാണാൻ നല്ല വ്യൂ ആണ്. പിന്നെ മുകളിൽ കയറി നിൽക്കും കേട്ടോ. ഫോറസ്റ്റിൻ്റെ ബോർഡൊക്കെ വെച്ചേക്കുന്നു. നല്ല ആനയോ പുലിയോ വല്ല ഇതിലൊക്കെ ഇറങ്ങി വന്നാൽ കഴിഞ്ഞു. പണ്ട് ഇവിടെ ഒരു പുലിമടയൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. പുലി വെറ്റി കിടന്ന സ്ഥലം ഇതൊക്കെയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ ഇറങ്ങാം. അതാണിപ്പം നല്ലത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ? സൂപ്പറല്ലേ? ഒന്നുകൂടെ കണ്ടോ. ഇതാണ് രാക്ഷസൻ പാറ. അതിന് മുകളിൽ കയറുന്ന ഒരു ദിവസം ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഈ പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഞാൻ താഴോട്ടിറങ്ങുകയാണ്. സൂപ്പറാ സ്ഥലമാണ്, വെടിച്ചൊരു സ്ഥലമാണ്. വന്ന് കാണും, നിങ്ങളെല്ലാവരും വന്ന് കാണും. രാക്ഷസൻ പാറ നമ്മുടെ ബോർഡ് തന്നെ ഇങ്ങോട്ട് വരുന്നിടത്ത് തന്നെ ബോർഡ് എഴുതിയിട്ടുണ്ട്. ഇത് ഭയങ്കര താഴ്ചയാണ് കേട്ടോ, ഭയങ്കര കുഴിയാണ്. ഞാൻ ഈ സൈഡ് വഴി ഇറങ്ങി വന്നേ. ഈ സൈഡ് വഴി കയറിയാണ് വന്നത്. ഇവിടെ ഭയങ്കര പായലും തെറ്റലും ഒക്കെയാണ്. ഭയങ്കര തെറ്റലാണ് കേട്ടോ. നമുക്ക് ദൈവമേ ഏങ്ങുന്നു. ഇനി മണ്ട വരെ വലിഞ്ഞ് കയറിയപ്പോഴേ ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും എനിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏങ്ങുന്നു. കുഴപ്പമില്ല, നടന്നങ്ങ് പോവാം. കണ്ടല്ലോ, ഇതെല്ലാം പാറയാണ് കേട്ടോ. ഈ പാറയുടെ മുകളിലോട്ട് കയറി പോകുന്ന വഴിയാണ്. അതിൻ്റെ ഇവിടെ എല്ലാം വെള്ളം അങ്ങനെ ഒഴിച്ചെടുക്കുക. എൻ്റെ ഹെൽമെറ്റ് അവിടെ പമ്പിയിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് ഇട്ട്. ഇത് നല്ല വ്യൂ ആണ്, കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. എല്ലാവരും വരിക, രാക്ഷസൻ പാറ കാണാൻ എല്ലാവരും വരിക. അതിരിലേക്ക് പോകുന്ന വഴിയിലാണ് രാക്ഷസൻ പാറ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിഷ് കുമാർ സൈനിങ് ഔട്ട്. ഓക്കേ.